എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. കാർത്തിക നക്ഷത്രം 2 രാശികളിലായിട്ടാണ് വരുന്നത്. കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം മേടൻ രാശിയിലും അവസാന 3 പാദം ഇടവൻ രാശിയിലുമാണ് വരുന്നത്. മേടൻ രാശിയിലുള്ള കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 2026 ജൂൺ 2 വരെ 3-ലും തുടർന്ന് 4-ലും, ശനി 12-ലും, രാഹു 11-ലും, കേതു 5-ലും സഞ്ചരിക്കുന്നു. എന്നാൽ ഇടവൻ രാശിയിൽപ്പെട്ട കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2 വരെ വ്യാഴൻ 2-ലും തുടർന്ന് 3-ലും, ശനി 11-ലും, രാഹു 10-ലും, കേതു 4-ലും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. പ്രധാനമായിട്ടും ഗോചരാലുള്ള ഈ ഫലം പറയുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഈ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം ദീർഘകാലം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഗ്രഹങ്ങളായതുകൊണ്ടാണ് മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ചെറിയ ഇടവേളകളിൽ സംഭവിക്കുന്നതും ആയിരിക്കും. ഇതിൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. സാമ്പത്തിക നേട്ടങ്ങളും കർമ്മപുഷ്ടിയും നല്ല രീതിയിൽ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. കർമ്മരംഗത്ത് മറ്റു പലരുടെയും സഹകരണം കൊണ്ട് കർമ്മരംഗം പുഷ്ടിപ്പെടുത്താനോ അല്ലെങ്കിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ആ തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകാനും പ്രമോഷൻ ഉണ്ടാകാനും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറൊക്കെ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഉന്നതി നല്ല രീതിയിൽ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി സാമ്പത്തിക നേട്ടങ്ങൾ പല വഴിക്കും വന്ന് ചേരുന്നതിന് സഹായകമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ബിസിനസ്സിൽ പുതിയ സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ മേഖലയിലൊക്കെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനൊക്കെ സഹായകമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടക്കാനോ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനോ ഒക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2026. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ അല്ലെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം അംഗീകാരങ്ങളും ഇത്രയും കാലം പലതരത്തിലും അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവാണ്. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ ഈ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതൊഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമായിരിക്കും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.